نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവുമായിട്ട് ഒരു സംഭാഷണം നടത്തിയപ്പോൾ പ്രവാചകൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാക്ക്, യാ മുആദ്, മുആദേ, വല്ലാഹി, അള്ളയാണേ സത്യം, ഇന്നി ല ഉഹിബ്ബുക, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാണ്. മുആദേ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടാണ്. നബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു പറയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഓസീക്ക, ഞാൻ നിനക്കൊരു വസിയത്ത് നൽകുകയാണ്. ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന് ശേഷവും ഞാൻ ഈ താഴെ പറയുന്ന പ്രാർത്ഥന നീ എന്നും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രം പോരാ, ആ പ്രാർത്ഥനയിലുള്ള ആശയം ജീവിതത്തിലും ഉണ്ടാകണം. എന്നിട്ട് നമ്മൾക്ക് വളരെ സുപരിചിതമായ, നമ്മളെല്ലാവരും ചൊല്ലുന്നൊരു പ്രാർത്ഥന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിങ്ങനെയാണ്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ വചനപ്രകാരം ഓരോ ജമാഅത്ത് നിസ്കാരത്തിന് ശേഷം, ഇപ്പൊ ജുമാ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, അതുപോലെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅത്തി ലിമാ മനഅത് എന്ന് ചൊല്ലുന്നത് പോലെ ഓരോ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയായി പ്രവാചകൻ പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമ്മളെ മക്കളെയും നമ്മൾ പഠിപ്പിക്കണം. 3 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. അത് 3ഉം പ്രവാചകൻ അടുക്കി വെച്ചത് വളരെ അത്ഭുതകരമാകുന്ന രൂപത്തിലാണ്. എന്താണ് ആ 3 കാര്യങ്ങൾ? 1 ദിക്റാണ്, 2 ശുക്റാണ്, 3 ഹുസ്നി ഇബാദത്താണ്. നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ടത്, ബാക്കിൽ നിന്ന് മുന്നോട്ടാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം ഈ പ്രാർത്ഥന പ്രകാരം. കാരണം നമ്മൾ അള്ളാഹു ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് അള്ളാഹു ഏറ്റവും നന്നായി ഇബാദത്ത് എടുക്കാനാണ്. എന്തിനാണ് പടച്ചോൻ നമ്മൾ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇബാദത്ത് ഏറ്റവും നന്നായി എടുക്കാനാണ്. അതാണ് ഹുസ്നു ഇബാദത്ത്. ആ ഹുസ്നു ഇബാദത്ത് നമ്മളിൽ നിന്ന് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള നന്ദി ബോധമാണ്. അതാണ് ശുക്ർ. ആ നന്ദി ബോധം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചിന്തയിൽ വരേണ്ടത് നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പടച്ചോൻ തന്നതാണ്, എങ്കിലേ നന്ദി ഉണ്ടാകുള്ളൂ. ആ ചിന്തയുടെ പേരാണ് ദിക്ർ. സഹോദരങ്ങളെ, അല്ലാണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ, അല്ലാഹുമ്മ പടച്ചോനെ അഇന്നി, നീ ഞങ്ങളെ നൽകി സഹായിക്കണം, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. എന്തിന്? അൻ ദിക്രിക, നിന്നെ ഓർക്കാൻ, വശുക്രിക,
എന്നിട്ട് നിന്നോട് നന്ദി കാണിക്കാൻ, വഹ്സുനി ഇബാദത്തിക, ഏറ്റവും നന്നായി നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആളുകളാകാൻ ആദ്യമായിട്ടുള്ളത് ദിക്റാണ്. എന്താ ദിക്ർ എന്ന് പറഞ്ഞാൽ അറിയോ? ജീവിതത്തിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയ അനന്തമായ അനുഗ്രഹങ്ങളിൽ ആസ്വദിച്ച് ജീവിക്കുമ്പം ഈ അനുഗ്രഹങ്ങളെല്ലാം പടച്ചവൻ തന്നതാണ് എന്ന ചിന്ത പടച്ചോനെ നീ ഞങ്ങൾക്ക് നൽകണമേന്നാണ്. പടച്ചോന്റെ അനുഗ്രഹം എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ആസ്വദിക്കുമ്പം വളരെ ന്യൂനപക്ഷം വരുന്ന ആൾക്കാർ മാത്രമേ പടച്ചോനാണിത് നൽകിയത് എന്ന ഉത്തമ ബോധ്യത്തിൽ ജീവിക്കണുള്ളൂ. ബാക്കി മഹാഭൂരിപക്ഷം ഒഫിലത്തിലാണ്. അവരാലോചിക്കണ പോലും ഇത് എവിടുന്നാ കിട്ടിയത്. മറ്റു ചില ആൾക്കാരെങ്ങനെ ജീവിക്കണ അറിയോ? ഇതൊക്കെ ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്. ഇതുവരെ ഞാൻ ഗൾഫ് പോണ വരെ ഇന്റെ പേരെ പട്ടിണിയേനി, ഞാൻ പോയിന് ശേഷം അതൊക്കെ എങ്ങനെ ഉണ്ടായത്. ബാക്കിയുള്ള ഒരു തറവാട്ടിലും ഇല്ലാത്ത പൈസയും പറമ്പും അധികാരമൊക്കെ ഉണ്ടാകാൻ കാരണം ഞാൻ ഈ തറവാട്ടിൽ ജനിച്ചതുകൊണ്ടാണ്. അതിന്റെ വാപ്പാരും വല്യാപ്പാരും ഉണ്ടാക്കിയതാണ്. എന്റെ കുടുംബത്തിലത്തെ ഒരാള് നാട്ടില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥത്തിലായതിനു ശേഷമാണ് എന്റെ കുടുംബമൊക്കെ എങ്ങനെയായത്. എല്ലാവരും അല്ല, ഒരു വളരെ ന്യൂനപക്ഷമുള്ള ആൾക്കാർ ജീവിതത്തിൽ അനുഗ്രഹത്തെ കാണുന്നത് ഞാനും എന്റെ പെരക്കാരൊക്കെ നയിച്ചുണ്ടാക്കിയതാണ്. അതിൽ ഏതെങ്കിലും ചെറിയൊരു പങ്ക് വേണമെങ്കിൽ പടച്ചോന് കൊടുക്കും. പടച്ചോനെ അങ്ങനത്തെ ആൾക്കാരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ. ഗഫലത്ത് പോണ ആൾക്കാരും അശ്രദ്ധമായി പോണ ആൾക്കാരിലും പടച്ചോനെ നീ ഞങ്ങളെ പെടുത്തല്ലേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും നീയാണ് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയത് എന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന, അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നാഥ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേന്നാണ്. ലാ യസാലു ലിസാനക റത്ബൻ മിൻ ദിക്രില്ല, മരിക്കണത് വരെ നീ തന്നതാണ് അനുഗ്രഹങ്ങൾ എന്ന ഓർമ്മയിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം. സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ പള്ളിയിലേക്ക് വന്നു, നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാ വന്ന്, ഇനി നമ്മൾ ഇതിന് ശേഷവും നമ്മൾ പോയി ഭക്ഷണം കഴിക്കും. നമ്മൾ കുടുംബത്തിൽ ഒന്നിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കുന്നു, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്തി കഴിക്കുന്നു. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. പക്ഷെ ആ കഴിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും ആഴ്ചയിലൊരിക്കലെങ്കിലും നമ്മുടെ മനസ്സിൽ വരണം, പടച്ചോനെ അള്ളാഹു പൈസ തന്നതുകൊണ്ടാണല്ലോ ഈ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നത്. നമ്മളെ മക്കള് അൽഫാം എന്ന് പറയുമ്പം, ബ്രോസ്റ്റ് എന്ന് പറയുമ്പം, ഓർഡർ ചെയ്തൂടെ വാപ്പാന്ന് പറയുമ്പം കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ടാണല്ലോ, അള്ളത് തന്നതുകൊണ്ടാണല്ലോ. ഗൾഫ് നാട്ടില് ചെറിയൊരു യുദ്ധം തുടങ്ങി, നാട്ടില് ഗ്യാസിൽ പ്രയാസം വന്നപ്പം ഹോട്ടലുകൾ പൂട്ടാൻ തുടങ്ങി, വരുമാനം കുറയാൻ തുടങ്ങി, ചില വീട്ടിൽ ഭക്ഷണം ക്രമീകരിക്കാൻ തുടങ്ങി. ചൂടും കൂടി വന്നതോടുകൂടി കിണറിലെ വെള്ളം വറ്റാൻ തുടങ്ങി. നമ്മുടെ മനസ്സിൽ ആദ്യം വരാൻ തുടങ്ങി, പടച്ചോനെ എന്നാലും എന്റെ വീട്ടിൽ പട്ടിണില്ലല്ലോ, നാഥ നീ തന്ന പൈസയാണല്ലോ. നമ്മൾ ഇവിടുന്ന് മഞ്ചേരിയിലൂടെയും കോഴിക്കോട്ട് കൂടിയും ബസ് സ്റ്റാൻഡിൽ കൂടെ പോകുമ്പോൾ ഓവുചാലിന്റെ മുന്നിൽ നമ്മുടെ നേരെ കൈകൾ നീട്ടുന്ന കുറെ മനുഷ്യന്മാരെ കാണില്ലേ, ആണുങ്ങളും പെണ്ണുങ്ങളും. ഓല് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വീഴുമ്പോ അങ്ങനെ വീണോന്നല്ല, ഓല് നമ്മൾ ജനിച്ചതുപോലെ ആശുപത്രിയിൽ വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഉണ്ടായതാണ്. ചിലരും പറ്റിച്ചതാണ്, ചിലവരെ ബലാത്സംഗം ചെയ്താണ്, ചിലവരെ കയ്യും കാലും വെട്ടിയെടുത്തതാണ്, ചിലർ ജീവിതത്തിൽ ചതിക്കപ്പെട്ട് ആരാരും സഹായിക്കാനില്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കേണ്ടി വന്നതാണ്. റഹ്മാനായ നാഥ, ഇതുവരെ ഇന്നിന്റെ കുടുംബത്തെ അങ്ങനെ ആക്കിയിട്ടില്ലല്ലോ. പടച്ചോനെ നീയാണല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനി വയുസ്ഖീൻ, പടച്ചോനെ ഇത് ഞങ്ങൾക്ക് പൈസ തന്നതുകൊണ്ടാണ്, ഈ ഞങ്ങൾക്ക് ഭക്ഷണം തന്നതുകൊണ്ടാണ് നാഥ നീ ഞങ്ങളെ വീട്ടിൽ കുടുംബത്തിൽ ഒരുമിച്ച് കഴിക്കണത് എന്ന ബോധം ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ നാഥ ഇന്നിന്റെ കുടുംബത്തിൽ ഉൾപ്പെടുത്തണമെന്ന പ്രാർത്ഥന. നമ്മളൊന്നും വേണ്ട, ഭക്ഷണം ഉണ്ടെന്ന് വെക്കുക. എസോഫിജിയൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നനാളത്തിന് ക്യാൻസർ ഉണ്ടായാൽ മതി. നമ്മുടെ വൻകുടലിനോ ചെറുകുടലിനോ ചെറിയൊരു പഴുപ്പുണ്ടായി അതവിടെ കിടന്ന് അങ്ങേയറ്റം വഷളായി ദ്വാരമോ കട്ടിപ്പോ വന്നാൽ മുന്നിൽ ഭക്ഷണം ഉണ്ടാകും, കയ്യിൽ പൈസ ഉണ്ടാവും, ഒരു ഉരുള ഇറക്കാൻ കഴിയില്ല. സൗങ്ങളെ ജീവിതാവസാനം വരെ അങ്ങനെ ജീവിക്കേണ്ടി വരും, മരിക്കുന്നത് വരെ ജീവിക്കേണ്ടി വരും. ഒന്നും വേണ്ട, തരിപ്പ് പോണൊരു അസുഖം ഉണ്ടെങ്കിൽ ഒന്ന് ധൃതിപ്പെട്ട് വെള്ളം കുടിച്ചാൽ, ഒന്ന് സ്പീഡിലൊന്ന് ഭക്ഷണം കഴിച്ചാൽ തരിമൂക്കിലേക്ക് കയറി ശ്വാസം മുട്ടുമെങ്കിൽ സമാധാനത്തിൽ നിന്ന് കഴിക്കാനോ കുടിക്കാനോ കഴിയില്ല. ഒപ്പമുള്ള ഒരു കല്യാണ പന്തലിൽ നിന്ന് കഴിച്ചിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ സാവധാനം മെല്ലെ 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 കഴിക്കേണ്ടി വരും. പടച്ചോൻ ഇപ്പതൊന്നും ഇല്ലല്ലോ. റഹ്മാനായ നാഥ, ഇതൊന്നും ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമല്ല, നീ ഞങ്ങൾക്ക് നൽകിയതാണ്. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, കുടുംബത്തിന് വാങ്ങിക്കൊടുക്കാനുള്ള അനുഗ്രഹം
പടച്ചോനെ ഇന്നല്ലാ, പടച്ചോനെ തീർച്ചയായും അല്ലാഹുവായ നീയാൻ റസ്സാഖ് ദൂ ഖുവ്വത്തിൽ മതീൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വരുമാനവും ഭക്ഷണവും ഞങ്ങൾക്ക് നൽകിയ നീയാൻ. ഈ ചിന്തയിൽ ജീവിക്കാൻ, ഇതാണ് ദിക്രിക്കാന്ന് പറഞ്ഞാൽ, ഈ ചിന്തയിൽ ജീവിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകണമേ. അതാണ് അല്ലാഹു മഅനി അല ദിക്രിക്കാന്ന് പറഞ്ഞാൽ. ഏതനുഗ്രഹവും ഇന്റെ വാപ്പിന്റെ വല്യാപ്പിന്റെ കുടുംബക്കാരും എന്റെ നാട്ടാരും ഞങ്ങൾ നയിച്ചുണ്ടാക്കിയതാന്ന് പറയുന്ന ആൾക്കാരെ, ദുർബലരായ മനുഷ്യന്മാരെ, ഈമാനിന്റെ കണിക പോലും ഇല്ലാത്ത മനുഷ്യന്മാരെ കൂട്ടത്തിൽ പടച്ചോനെ ഞങ്ങളെ പെടുത്തല്ലി. അള്ളാഹുവെ നീ തന്നതാണ്. ഇത് ഇവിടെ മാത്രല്ല, നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങുന്നു, നമ്മളൊരു കൂട്ടുകാരനെ കാണുന്നു, അയാൾക്ക് മക്കളില്ല, നമ്മൾ അവരോട് കുശലാന്വേഷണം നടത്തി, നമ്മൾ നമ്മളെ ഭാര്യ വണ്ടി പോകുമ്പം അവന്റെ ജീവിതം എന്താവില്ലേ, മക്കളൊന്നുമില്ലെങ്കിൽ അവസാനം എന്താവില്ലേ, ഓന്റെ സ്വത്ത് അനാഥപ്പെട്ടു പോവില്ലേ. ഇത് പറയാൻ സുഖങ്ങളെ പ്രത്യേകിച്ചൊരു ഈമാനൊന്നും വേണ്ട, പലനും തെറ്റൊന്നുമില്ല. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പടച്ചോനെ പോലെ എത്രങ്ങാനും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, എത്ര പണം ചെലവഴിച്ചു, അവർ എത്രയോ അധ്വാനിച്ചു, പരിശ്രമിച്ചു, എന്നിട്ടും ദുനിയാവിൽ പരീക്ഷണാർത്ഥം പടച്ചോൻ അവർക്ക് മക്കളെ തന്നില്ലല്ലോ. പടച്ചോനെ നോക്കടാ, നമ്മളെ ഭാര്യനോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാം, നോക്ക് നമ്മൾ ആഗ്രഹിച്ചപ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ പോലും അവന്റെ അത്ര പൈസയും പോലും ഇല്ലാത്ത നമ്മക്കല്ല വീട്ടിലെത്തിയപ്പോഴേക്ക് 2, 3, 4 മക്കളെ തന്നു. ബാപ്പാന്നുള്ള വിളി കേൾക്കുന്നുണ്ട്, ഉമ്മാന്നുള്ള വിളി കേൾക്കുന്നുണ്ട്, ഗൾഫ് നാട്ടിൽ നിന്ന് ബാപ്പ അവിടെ സുഖല്ലേന്ന് കേൾക്കുന്നുണ്ട്. പടച്ചോനെ ഇപ്പൊ ആ മക്കളെ പറ്റിയിട്ടാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, അവരുടെ പഠനം, അവരുടെ വസ്ത്രം, അവരുടെ വിവാഹം. അള്ളാഹുവേ നീയാണ് തന്നത്, ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എത്രമാത്രം അധ്വാനിച്ചാലും പടച്ചോനെ വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, പടച്ചോനെ നീയാണ് ഞങ്ങളെ ഇണകളാക്കിയത്. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫ്ത, മക്കളും പേരക്കുട്ടികളും നീ തന്നതാണ്. ആ ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കണം. ഇതാണ് ദിക്ർ എന്ന് പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയണമെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ പോലും നമ്മൾ ഇത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളെങ്കിലും നമ്മൾ ഈ തർക്കമൊക്കെ വരുമ്പോൾ നമ്മൾ പറയും ഇതൊക്കെ ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്. സോ നമ്മളെക്കാളും അധ്വാനിച്ച മനുഷ്യന്മാരുണ്ട്, നമുക്കറിയില്ലേ. നമ്മളെക്കാളും പഠിക്കണോലുണ്ട്, നമ്മളെക്കാളും കഠിനാധ്വാനം ചെയ്തവരുണ്ട്, നമ്മളെക്കാളും ബിസിനസ് ദിക്കുള്ള ആൾക്കാരുണ്ട്, നമ്മളെക്കാളും കുടുംബപരമായി സമ്പത്തുള്ള ആൾക്കാരുണ്ട്. പടച്ചോൻ അവരെക്കാളൊക്കെ പല മേഖലയിലും നമുക്ക് ആരോഗ്യം തന്നത്, സൗകര്യം തന്നത്, മക്കളെ തന്നത് പടച്ചോൻ നമ്മൾക്ക് തൃപ്തിപ്പെട്ട തന്നതാണ്, അള്ളാഹുവാണ് നൽകിയത് എന്ന ബോധത്തിലേക്ക് നമ്മുടെ ചിന്ത എത്താനാണ്. നബിന്റെ ഒരു പ്രാർത്ഥന കൂടി പറയാൻ പ്രവാചകൻ പറഞ്ഞൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ പടച്ചോനെ മാ അസ്ബഹ ബി ബിനിഅമത്തിൻ, ഇന്ന് സുബഹിക്ക്, ഇതാ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച സുബഹിക്ക് പടച്ചോനെ ലോകത്ത് നീ എനിക്ക് നൽകിയ എന്തൊക്കെ അനുഗ്രഹം ഉണ്ടോ ആ മുഴുവൻ അനുഗ്രഹം എനിക്ക് മാത്രമല്ല, ഔ ബി അഹദിൻ മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടിജാലങ്ങളിൽ നീ ആർക്കൊക്കെ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ മുഴുവൻ അനുഗ്രഹവും ഫമിൻക വഹദക്, നീ മാത്രം തന്നതാണ്. എഴുന്നേൽക്കാൻ പടച്ചോനെന്ന് വിചാരിച്ചാലേ കടക്കപ്പായി പൊന്തുള്ളൂ. പൊന്തിയോടുന്ന് നേർന്നിങ്ങനെ നിന്ന് 2 കൈ ഇങ്ങനെ ഉയർത്താൻ പടച്ചോനെന്ന് വിചാരിച്ചാലേ നടക്കുള്ളൂ. ബാത്റൂമിൽ വീടാതെ പോകാൻ, മൂത്രൊഴിക്കുമ്പം വെള്ളക്കളറിന് പകരം മഞ്ഞക്കളറിന് പകരം റെഡ് കളർ വരാതിരിക്കാൻ അള്ളാഹ് വിചാരിക്കണം, പടച്ചോനെന്ന് വിചാരിക്കണം. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ മലത്തിന്റെ കൂടെ ബ്ലഡ് പുറത്തേക്ക് വന്നിട്ട് അവസാനം അവിടെ ഒരു മുഴയുണ്ടായി, അത് നാട്ടിൽ നടക്കുന്ന സാധാരണയായി ചികിത്സ കൊണ്ട് മാറുന്നതല്ല, ഇവിടെ നിന്ന് സാമ്പിൾ എടുത്ത് പുറത്തേക്ക് പറഞ്ഞയക്കണം എന്ന് കേട്ടാൽ വരുന്ന ബേജാറുണ്ടല്ലോ. പടച്ചോൻ നമുക്ക് തരുന്ന അനുഗ്രഹം. നബിന്റെ പ്രാർത്ഥന, പടച്ചോനെ എനിക്കറിയാം ഞാൻ ഇന്ന് ഈ ദുനിയാവിൽ അനുഭവിക്കുന്നത് മുഴുവൻ അങ്ങനെയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആശുപത്രിയിൽ നിന്ന് 10 ദിവസം കിടന്നിട്ട് പുറത്തേക്കിന് വന്ന് 10 ദിവസത്തെ പൈസ അവിടെ കൊടുത്ത് ഡിക്കിയിൽ സാധനങ്ങളൊക്കെ വെച്ച് പേഷ്യന്റിന്റെ കയ്യിൽ സ്ട്രിപ്പിട്ടതിന്റെ അടയാളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോരുമ്പം 10 ദിവസം ആശുപത്രിയിലായില്ലേ എന്താണില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് മുഴുക്ക് നോക്കിയാൽ മതി. 5 നില ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു കമ്പിമ്മ പിടിച്ചിട്ടുണ്ടാവും, ഉമ്മാരിങ്ങനെ നോക്കണ്. അവർ 2.5 മാസമായിട്ട് ആ ഹോസ്പിറ്റലിലുണ്ട്. ഐസിയിൽ കിടക്കുന്ന ഭർത്താവിന്റെ കൂടിയാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും മാറിയിട്ട് പോയാ മതി. പടച്ചോനെ 10 ദിവസം കൊണ്ട് നീ എന്നെ നാട്ടിൽ അയച്ചല്ലോ, പടച്ചോനെ ഞങ്ങളെക്കാളും പൈസല്ലോലും ഞങ്ങളെക്കാളും ആരോഗ്യല്ലോലും, പടച്ചോനെ 2-3 കൊല്ലായിട്ട് ഈ ആശുപത്രിയിൽ തന്നെ പെരുന്നാളും റമദാനും ജീവിതത്തിന്റെ മുഴുവൻ കാലങ്ങളും കഴിച്ചു കൂട്ടുണ്ടല്ലോ. നാഥ നീയാണ് ഞങ്ങൾക്ക് ഇത് മുഴുവൻ നൽകിയത്. ഈ ചിന്തയിലേക്ക്
പടച്ചോനെ നീ ഞങ്ങളുടെ മനസ്സിനെത്തിക്കണം. അങ്ങനെ എത്തിച്ചാൽ വശുക്കിരിക്ക, പിന്നെ നന്ദി കാണിക്കാൻ നമ്മൾ തുടങ്ങും. ശുക്ർ എന്ന് പറഞ്ഞ നമ്മളെ ശരിക്കും എന്താ അറിയോ, ഇതൊക്കെ അള്ളയാണ് നൽകിയത് എന്ന് ബോധ്യപ്പെടുന്ന ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന സൽക്കർമ്മത്തിന്റെ പേരാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ, നന്ദി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ സാധാരണ ആൾക്കാർ പറയില്ലേ, എനിക്ക് അയാളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് അയാളോട് ചില കടപ്പാടുണ്ട്. അതെന്താ? ചിലപ്പോൾ നമ്മൾ വീടുണ്ടാക്കാൻ നേരത്തെ അയാൾ പൈസ ഒന്ന് സഹായിച്ചിട്ടുണ്ടാവും, നമ്മൾ രോഗിയായി കിടക്കുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് ഒന്ന് സഹായിച്ചിട്ടുണ്ടാവും, നമ്മളെ വാപ്പ മരിച്ച സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒന്നും വേണ്ട, അങ്ങാടിയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ, വെയിലത്ത് നിൽക്കുമ്പോൾ വണ്ടിയിൽ വന്നിട്ട് ഞാൻ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലും നമ്മുടെ മനസ്സിൽ മരിക്കും വരെ മറക്കൂല. നല്ലതാണ്, അങ്ങനെ തന്നെ വേണ്ടിയത്. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്ത് ജനിക്കാൻ അവസരം തന്ന പടച്ചോൻ, ആ ജനിച്ചവരിൽ മനുഷ്യനാക്കി ജനിപ്പിച്ച പടച്ചോനേക്കാൾ, ആ മനുഷ്യരിൽ സ്വർഗത്തിന് അവകാശിയായ മുസ്ലിമാക്കി പടച്ച പടച്ചോനേക്കാൾ, അതിൽ ഹിദായത്തിന്റെ വഴി കാണിച്ചു തന്ന മുസ്ലിമീങ്ങളിൽ തൗഹീദുള്ളവരായി പടച്ച പടച്ചോനേക്കാളും വലിയ കമ്മിറ്റ്മെന്റും നമ്മുടെ ജീവിതത്തിൽ കടപ്പാടും വേറെ ആരോടാ സമയമുള്ളത്? ആ കടപ്പാട് നിർവഹിക്കുന്നതിന്റെ പേരാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ, നന്ദി കാണിക്കാൻ. അത് ബോധപൂർവ്വം ഉണ്ടാണ്ട കാര്യമാണ്. അതൊരു വയതിലൂടെ മാത്രം ഉണ്ടാണ്ടല്ല. എന്റെ മനസ്സിന്ന് എനിക്കിതെല്ലാം നൽകിയ പടച്ചോനോടാണ് എനിക്ക് ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റ്, ഏറ്റവും വലിയ കടപ്പാട്. പടച്ചോനോട് ഞാൻ നന്ദികേട് കാണിക്കാൻ പാടില്ല എന്നത് എന്റെ ഹൃദയത്തിൽ നിന്ന് വേണ്ടതാണ്. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് വരുവോളം നിസ്കരിച്ചപ്പം സ്വാഭാവികമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഇതിന് മാത്രമൊക്കെ എന്തിനാ നിസ്കരിക്കേണ്ടത്? നബിന്റെ വാക്കെന്താണ്? ഞാൻ അവസാനത്തെ പ്രവാചകനായതുകൊണ്ട് അല്ല. അഫല അക്കൂന അബ്ദൻ ശക്കൂറ, ആയിഷ അള്ളൈ ഇന്ന മുസ്ലിം ആക്കിയില്ലേ, നബി ആക്കിയില്ലേ, അന്തിമ പ്രവാചകനാക്കിയില്ലേ, നമ്മൾ എണ്ണണം കേട്ടോ, അന്തിമ പ്രവാചകനാക്കിയില്ലേ, എനിക്കിതൊക്കെ അള്ള തന്നില്ലേ, ഞാൻ മിനിമം നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ? നിങ്ങൾ ആലോചിച്ചു, നബിക്ക് കൊടുക്കാത്തത് നമുക്ക് കിട്ടിയത് വരാട്ടോ. ഒരു പാപ്പാനും നബി കണ്ണോണ്ട് നേർക്കുനേരെ കണ്ടിട്ടില്ല. നമ്മുടെ സ്വന്തം പാപ്പാനെ കണ്ണോണ്ട് നേർക്കുനേരെ കണ്ടിട്ടില്ല. ഉമ്മാന്റെ കൂടെ അധിക കാലം ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പട്ടിണിയും പ്രാരാധവും കട്ടപ്പാടും ഏറും കഴുത്തിലൂടെയുള്ള കുടൽമാലയും 2 മാസം 3 മാസം അവനവന്റെ വീട്ടിൽ പട്ടിണി കിടന്ന് അടുപ്പിൽ നിന്ന് പുക പോലും പോകാത്ത അവസ്ഥയുണ്ടാവുകയും ആൺകുട്ടികൾ മരിക്കുകയും സ്വന്തം ഗർഭിണിയായ പെൺകുട്ടിയെ വരെ താഴേക്കിട്ട് കൊല്ലുകയും അവനവന്റെ കുടുംബത്തിലെ ബന്ധുമിത്രാദികളെ കണ്ണും മൂക്കും നാവും കഷ്ണിച്ച് മാലയാക്കി നൃത്തം ചെയ്യുന്നത് കാണുകയും ജനിച്ച നാട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കുകയും അവിടെ നിന്ന് മാറ്റി പറഞ്ഞയക്കുകയും ഇതൊക്കെ ചെയ്ത നബി ചോദിക്കണ വാക്കാണ്. എന്നാലും അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നില്ലേ? നമ്മളോട് ചോദിക്കേണ്ട കാര്യമാണ്. ഈ നിൽക്കുമ്പല്ലേ, നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പം ഇതേപോലൊരു പള്ളിയിൽ AC ഇട്ട് കൂടാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാർ കേരളത്തിലുണ്ടില്ലേ? കേരളത്തിലില്ലേ? 2 ജനലും വാതിലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ വീശിയിട്ട് പടച്ചോൻ നമുക്ക് തന്നത് എന്താണ്? നമ്മൾ എന്നും പറയുന്നത് പോലെ നമ്മളിവിടെ കൂടുമ്പം ഗസയിലെ ആളുകളും കുട്ടികളും അവനവന്റെ തകർന്ന വീടിന്റെ മുകളിലെ സ്ലാബിൽ അവർ മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ. അല്ലാഹുമ്മ പടച്ചോനെ ഐനി, നീ ഞങ്ങളെ സഹായിക്കണം. അലാദിക്കിരിക്ക, ഈ നിഅമത്ത് മുഴുവൻ തന്നത് നിന്റെ ഔദാര്യമാണ് പടച്ചോനെ എന്ന് മനസ്സിലാക്കുകയും വശുക്കിരിക്ക, അതിന് നന്ദി കാണിക്കുക, നന്ദി ബോധപൂർവം കാണിക്കണം. നമ്മൾ നേരത്തെ ഭക്ഷണം പറഞ്ഞില്ലേ, നിങ്ങൾ എന്താ ഭക്ഷണത്തിന് നന്ദി കാണിക്കുക എന്നാൽ ഭക്ഷണത്തിന് മുന്നിൽ നിന്നിട്ട് ഇതൊക്കെ അള്ള തന്നതാന്ന് പറയാ. ഇത് മാത്രം അല്ല സഹോദരങ്ങളെ, അല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലി അത് ബോധപൂർവ്വം ഉണ്ടാക്കണം. അതാണ് നന്ദി എന്ന് പറഞ്ഞാൽ. അത് മറന്നാലോ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു ചൊല്ലണം. മക്കളെ പഠിപ്പിക്കണം, അതാണ് നന്ദി എന്ന് പറഞ്ഞാൽ. അൽഹംദുലില്ലാ എന്ന് പറയണം കഴിച്ചു കഴിഞ്ഞാൽ, അതാണ് നന്ദി എന്ന് പറഞ്ഞാൽ. വലത്തെ കൈ കൊണ്ട് കഴിക്കണം, വലത്തെ കൈ കൊണ്ട് കുടിക്കണം, അതാണ് നന്ദി എന്ന് പറഞ്ഞാൽ. വേറൊന്നല്ല നന്ദി. നിങ്ങൾ ആലോചിക്കൂ, അള്ളാഹു നമ്മളോട് ഭക്ഷണം കഴിച്ച ഉടനെ, ഭക്ഷണം എന്നത് ഞാനാണല്ലോ, എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കണ്ടോ അതിന് ശേഷമൊക്കെ നിങ്ങൾ ഓരോ സുന്നത്ത് നിസ്കരിക്കണം, സുന്നത്ത് നമസ്കാരം നിർവഹിക്കണം നമ്മൾ പറഞ്ഞിക്കണോ? ഇല്ലല്ലോ. നിങ്ങൾ 3 നേരം ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം സുന്നത്തിൽ നോമ്പ് നിങ്ങൾ എടുക്കണം എന്ന് നബി അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആകെ എന്താ പറഞ്ഞ്? നിങ്ങൾ ബിസ്മി ചൊല്ലണം, അടുത്തുനിന്ന് കഴിക്കണം, വലത്തെ കൈ കൊണ്ട് കഴിക്കണം, വലത്തെ കൈ കൊണ്ട് കുടിക്കണം, അവസാനം അൽഹംദുലില്ലാ എന്ന് പറയണം. ചില നിയമങ്ങൾ അത് ചെയ്യാതിരുന്നാൽ അതിന്റെ പേരെന്താ? അതാണ് നന്ദികേട്. അത് ഉണ്ടാക്കരുതേ നാഥാണ് നമ്മൾ പ്രാർത്ഥിക്കണത്. പ്രാർത്ഥിച്ചാൽ പിന്നെ എന്താ ചെയ്യണം നമ്മളെ? നമ്മളും നമ്മുടെ കുടുംബവും അതുപോലെ ആകാൻ ശ്രമിക്കണം. ഞാനിവിടെ ഇരിക്കുന്ന യുവാക്കളോടും നല്ലവരായ ആൺകുട്ടിയോടും പെൺകുട്ടിയോടും പറയണം, മക്കളെ നമുക്ക് അള്ളാഹു പഠിക്കാൻ ബുദ്ധി തന്നിട്ടില്ലേ?
ഉണ്ടല്ലോ, ബുദ്ധി ഒന്നുമില്ലേ? ഉണ്ട്. നമുക്ക് ചങ്ങായിമാരില്ലേ, നമ്മൾ കളിക്കണില്ലേ, പുറത്തുപോയി ഫുഡ് അടിക്കണില്ലേ, എല്ലാം ചെയ്യണില്ലേ? SSLC പരീക്ഷ എഴുതുമ്പം ഒരു റൂമിൽ കാണാം ബുദ്ധിപരമായി സ്ഥിരതയില്ലാത്ത കുട്ടികൾക്ക് പകരം 9ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതാൻ വന്നിട്ടുണ്ടാവും. ഞാൻ 2-3 ഡ്യൂട്ടി അങ്ങനെ ചെയ്തുകൊണ്ട് പറയാൻ, അതിൽ ചിലർ മാത്രം അവർ ജീവിതത്തിൽ ജന്മനാ ബുദ്ധിയില്ലാത്തവരാണ്. ഞാൻ യുവാക്കളോടും മക്കളോടും പറയാൻ, ആൺകുട്ടിയോടും പെൺകുട്ടിയോടും ജന്മനാ ബുദ്ധിയില്ലാത്തവരാണ്. എന്താ ജന്മനാ ബുദ്ധിയില്ലാത്തവർ എന്ന് പറഞ്ഞറിയോ? ഓൾക്ക് പിന്നീട് ബാപ്പിമ്മി പറഞ്ഞ മനസ്സിലാവൂല, ഓൾക്ക് ചങ്ങായിമാരുണ്ടാവൂല, ഓൾക്ക് പന്തലുണ്ടാവൂല, ഓൾക്ക് ഊട്ടിക്ക് ടൂറുണ്ടാവൂല. അവരുടെ ജീവിതത്തിൽ അവർ ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. ഒരു കല്യാണ വീട്ടിൽ വന്ന് എല്ലാവരും ചിരിക്കുമ്പോൾ കരയും, ഒരു മരണ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കരയുമ്പോൾ ചിരിക്കും. ഓരോ ജീവിതത്തിൽ വിവാഹമല്ല, കുട്ടികളില്ല, ഒന്നുമില്ല. നല്ലവരായ നമ്മളെ മഹലിലെ ആൺകുട്ടികളെ പെൺകുട്ടികളെ, നല്ലവരായ വിദ്യാർത്ഥികളെ, വാപ്പാനിമാനി മക്കളെ, നമുക്ക് നമ്മളെ വാപ്പാനിമാനി അന്ന് തന്നില്ലേ, ബുദ്ധി തന്നില്ലേ? ഒരു TV ഉണ്ടാ എന്താന്ന് അറിയില്ലേ? IPL കണ്ടത് എന്താ മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നില്ലേ? പുസ്തകം വായിച്ചാൽ തിരിയുന്നൊരു അവസ്ഥ തന്നില്ലേ? ഇത് ചൂടാന്ന് മനസ്സിലാവൂലേ? ഒരു മരണ വീട്ടിൽ പോയാൽ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? ഇതിന്റെ പേരാ കൂട്ടരെ അള്ളാഹു തന്ന നിഅമത്ത്, അഖിൽ, ബുദ്ധി. ആ നമ്മൾ അങ്ങാടിയിൽ നിൽക്കുമ്പം ഇവിടുന്ന് ഹയ്യാല സലാ എന്ന് പറയുമ്പം ബുദ്ധിയില്ലാത്ത ഒരാൾ, ഒരു കുട്ടി ബാപ്പാന്റെ ഒപ്പം കയ്യും പിടിച്ച് പള്ളിക്ക് വരികയും ബുദ്ധിയുള്ള നമ്മൾ വീണ്ടും പാലത്തിന്റെ അടിയിക്ക് പോവുകയും അല്ലെങ്കിൽ തട്ടുകാരന്റെ വേക്ക് പോവുകയും നിസ്കരിക്കാതിരിക്കുകയും ചെയ്താൽ, പെൺകുട്ടികളെ നിങ്ങൾ 4-5 കൂട്ടാത്തിന്റെ ഒപ്പം വീണ്ടും വീണ്ടും അങ്ങാടി കൂടെ നടക്കുന്ന അവസ്ഥ ഉണ്ടായാൽ, ഒരു നിസ്കാരം പോലും ഇല്ലെങ്കിൽ നമ്മളെക്കാളും വലിയ നന്ദി കെട്ടത് ആരാണ്? ഇത് നമ്മൾ അള്ളാനോട്, പടച്ചോനോട് നമ്മൾ തിരിച്ചു പറയേണ്ട കാര്യമാണ്. നമ്മൾ അള്ളാനോട് തേടുകയാണ്, അള്ളാഹുവിനോട് നമ്മൾ തേടുകയാണ്. അള്ളാഹുവേ, നിനക്ക് നന്ദി കാണിക്കുന്ന ഒരു മനസ്സ് നൽകണമേ. നിനക്ക് നന്ദി കാണിക്കുന്ന മനസ്സ്. രണ്ടും ചേർത്തിട്ടാണ് നബി ഖുർആന്റെ ആയത്ത്. വദ്കുറൂനി, നിങ്ങൾ അള്ളാഹുവിനെ എന്നെ ഓർത്താൽ ഫദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കുക. ദിക്ർ വന്നു. രണ്ടെന്താ അറിയോ? കൂടെ വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ ആ അള്ളാഹിനെ ഓർക്കുമ്പം നന്ദി കാണിക്കുകയും ചെയ്താൽ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ മകന് മലദ്വാരം ഇല്ല, മലദ്വാരല്ല, മറിച്ച് അരയുടെ ഭാഗത്ത് ഹോളിട്ടിട്ട് അതിലൂടെയാണ് മലമൂത്ര വിസർജനം നടത്തുന്നത്. മലദ്വാരത്തിന്റെ ഭാഗത്ത് ഹോളില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അവസ്ഥ അങ്ങനെ വന്നാൽ, എന്നെങ്കിലും ജീവിതത്തിൽ മരിക്കുന്നത് വരെ മലവും മൂത്രവും പോകുന്നത് സഞ്ചിയിലേക്കാണ്. നമുക്കൊരു പ്രായത്തിയിട്ട് നമ്മുടെ മലമൂത്ര വിസർജനം ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിലേക്കായാൽ പുറത്താകാതെക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? 1 മാസത്തിന് ഡോക്ടർമാർ ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മള്. ഇതൊക്കെ പടച്ചോ നമുക്ക് തരുമ്പം നമ്മുടെ നിസ്കാരം, നമ്മുടെ ഇബാദത്ത്, നമ്മുടെ കാഴ്ച, നമ്മുടെ വേഷവിധാനം, നമ്മുടെ മുന്നിലേക്ക് സാധുക്കളായ മനുഷ്യന്മാര് വരുമ്പം ഇതൊക്കെ എന്റെ മകൻ ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചതാണ്, ഇതൊക്കെ എന്റെ 2 കുട്ടികൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, നാട്ടിൽ ഗൾഫ് നാടുകളിൽ യുദ്ധം ഉണ്ടായപ്പോഴും എന്റെ കുട്ടിന്റെ ജോലിനെ ബാധിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ സന്തോഷം പറയുമ്പോഴും, പാവപ്പെട്ട ഏതെങ്കിലും മനുഷ്യൻ വരുമ്പം വരണ്ട, അങ്ങാടിയിൽ പടച്ചോനെ, ഇന്റെ കൂട്ടുകാരന്റെ കൂടെ, ഇന്റെ മക്കളെ കൂടെ ഗൾഫിൽ ജോലി ചെയ്യണ പലർക്കും ജോലി പൊയ്ക്കണ്. ഓല് വീട്ടില്, ഈ വീട് ഏതായാലും പൊളിക്കാൻ പറ്റൂലല്ലോ, ആ വീട്ടിൽ ഇപ്പൊ ഈ 2 മാസമായിട്ട് ഫുഡ് ഉണ്ടാകൂല, അല്ലെങ്കിൽ കഷ്ടപ്പാടിലേക്കാരം. എനിക്ക് പടച്ചോൻ പൈസ നിൽക്കണല്ലോ, എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊടുക്കുകയോ ഭക്ഷണമായി കൊടുക്കുകയോ ചെയ്യാൻ നമ്മൾ ചിന്തിക്കണില്ലേ? ആ ചിന്തിക്കണിന്റെ പേരാ ശുക്ർ. ചിന്തിച്ചില്ലെങ്കിൽ എന്റെ പേരെന്താ അറിയോ? കുഫർ എന്നാണ്, നന്ദികേട് എന്നാണ്. അതുണ്ടാകരുത്. ആ പ്രാർത്ഥന ഒന്നുകൂടി പറയാൻ, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നാഥ, നീ ഞങ്ങളെ സഹായിക്കണം, നീ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണം, ഞങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കണം. അലാ ദിക്രിക, ഏത് നന്മയും നീ തന്നതാണ്, ഞങ്ങൾ അധ്വാനം കൊണ്ടല്ല. വഅലാ ദിക്രിക വശുക്രിക, ആ കിട്ടിയ അനുഗ്രഹത്തിന് ആരാധനയിലൂടെ, നിനക്ക് വേണ്ടി നീ പറഞ്ഞ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നന്ദി ചെയ്യാൻ കഴിയുന്ന നല്ല ഈമാനും നല്ല തഖ്വയും നല്ല മനസ്സും നാഥ നീ ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
അതിനേറ്റവും അവസാനം അള്ളാഹിനെ പറ്റി നമ്മൾ ആലോചിക്കുകയും അവനെ നന്ദി കാണിക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് നമ്മളിൽ നിന്ന് വരേണ്ടത് വഹ്സുന ഇബാദത്തിക്കാന്നാണ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങളെല്ലാം നന്നായി ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് സുപരിചിതമായ ഹദീസ് പറയാം. എല്ലാവർക്കും അറിയേണ്ട ഒരു സുപരിചിതമായ ഹദീസ് പറയാം. ഇതാ മാത്തൽ ഇൻസാൻ, ഒരാൾ മരിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരാൾ മരിച്ചാൽ എന്ന് പറഞ്ഞാൽ ബാപ്പാനും ഇമ്മാനും ഒന്നല്ല ആലയിക്കേണ്ടി, നമ്മളെയാണ് ആലയിക്കേണ്ടി. നമ്മൾ മരിച്ചാൽ, എപ്പ മരിച്ചാൽ, ഇപ്പൊ മരിച്ചാൽ, അങ്ങനെ ആലയിക്കണവർക്ക് ദീൻ ഉണ്ടാവുള്ളൂ, ഈമാൻ ഉണ്ടാവുള്ളൂ, മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മൾ മരിച്ചാൽ അറിയുമ്പോത്തിന് 65-ാം വയസ്സിൽ നമ്മൾ മരിക്കുന്നതിനെ പറ്റി ആലോചിക്കണവന് ഒരു ഈമാനും ഉണ്ടാവില്ല. നമ്മൾ മരിച്ചാൽ, ഇപ്പോൾ മരിച്ചാൽ, ഇന്ന് മരിച്ചാൽ, ഈ ആഴ്ച മരിച്ചാൽ, ഇൻഖത അമലുഹു, നമ്മുടെ സ്വർഗത്തിന് വേണ്ടി ചെയ്യാനുള്ള, നരകമോചനത്തിന് വേണ്ടി ചെയ്യാനുള്ള എല്ലാ അവസരവും തീർന്നു. ശ്വാസം പോയാൽ തീർന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിന്റെ ബാക്കി എന്നോണം പറഞ്ഞു. അങ്ങനെ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പം, മയ്യത്ത് കൊണ്ടുപോകുമ്പം 3 ആളുകൾ കൂടെ പോരും. നമുക്ക് സുപരിചിതമായ ഹദീസാണ്. മയ്യത്തിനെ പിൻപറ്റുന്നത് 3 ആൾക്കാരായിരിക്കും. ഒന്ന് അഹ്ലുഹു, നമ്മളെ കുടുംബക്കാരായിരിക്കും. ഞാനാണെങ്കിൽ എന്റെ വാപ്പ ഉണ്ടാവും, വാപ്പ മരിച്ചില്ലെങ്കിൽ വാപ്പ ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, എന്റെ കുടുംബക്കാരുണ്ടാവും, എന്റെ 3 മക്കളുണ്ടാവും, ഏട്ടനഞ്ചന്മാരൊക്കെ ഉണ്ട്, നമ്മളെ കുടുംബക്കാരൊക്കെ ഉണ്ടാവും. 2 വമാലുഹു, നമ്മളെ പൈസ ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ നമ്മളെ സമ്പത്തൊക്കെ അവിടെ ബാക്കി ഉണ്ടാവും, എല്ലാരും ഉണ്ടാവും. 3 അമലുഹു, നമ്മൾ ചെയ്ത സൽക്കർമ്മം ഉണ്ടാവും, ദുഷ്കർമ്മം ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. സൽക്കർമ്മവും ദുഷ്കർമ്മവും നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അഹ്ല്, കുടുംബക്കാരും പൈസയും മണ്ണിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം തിരിച്ചണ് പോവും. പിന്നെ അനന്തര സ്വത്ത് ഓര്യക്കലായി, വീട് ഓര്യക്കലായി, ബാക്കിയുള്ളതൊക്കെ തീരുമാനമാവും. കുടുംബക്കാര്, സഹോദരിമാർ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, യുദ്ധ കാലഘട്ടം കഴിഞ്ഞാൽ അന്വേഷണങ്ങൾ തുടങ്ങും. മക്കളെ അങ്ങോട്ട് കൊണ്ടൊക്കെ തീരുമാനമാവും. ഇനി നമ്മളെ കൂടെ ഉള്ളത് നമ്മൾ ചെയ്ത അമലുകൾ മാത്രമായിരിക്കും. നമ്മൾ എന്താ തീരുമാനിക്കേണ്ട സംഘങ്ങളെ? നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പം നമ്മുടെ കൂടെ ഉണ്ടാകാൻ, ആരും തിരിഞ്ഞോക്കാതെക്കുമ്പം നമ്മളെ കുറച്ചെങ്കിലും ഒന്ന് തിരിഞ്ഞോക്കാൻ, തിരക്കില്ലാതെ കിടക്കുമ്പം തിരക്കുള്ള ഈ ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും ഒന്ന് മാറ്റി